മെത്തേഡൊക്കെ നോക്കി. ഈ പീസ് രണ്ടായി. എല്ലാവർക്കും സുരഭി ഫ്രീ ഫ്ലോറിംഗ് സൊല്യൂഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല അടിപൊളി സ്റ്റോണാണ്. ഞാനിപ്പോൾ രാജസ്ഥാനിലാണ് നിൽക്കുന്നത്. ഈ സ്റ്റോണിൻ്റെ ചെറിയ ചെറിയ പാനൽ ബോർഡ്സുകൾ, അത് ക്ലാഡിംഗ് സ്റ്റോൺ, എക്സിറ്റ് സ്റ്റോൺസ്. ഈ സ്റ്റോൺ വീടിൻ്റെ പുറത്തും ചെയ്യാം, വീടിൻ്റെ അകത്ത് ടി വിയുടെ ബാക്കിൽ ബെഡ്റൂമിൻ്റെ ബാക്ക് സൈഡൊക്കെ നമുക്ക് ചെയ്യാവുന്ന നല്ല നാച്ചുറൽ സ്റ്റോണുണ്ട്. അതിമനോഹരമായിട്ടുള്ള ടൈലുകളുടെ പ്രോസസ്സിംഗ് ആണ് ഞാൻ കാണിക്കുന്നത്. അത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത്, അതെങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ആ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി കണ്ടെത്തുന്നത്, ഈ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് പോയാലോ. ഇതാണ് ഫാക്ടറി. ഈ ഫാക്ടറിയിലുള്ള ടൈലുകളെല്ലാം സ്റ്റോക്കിരിക്കുന്നുണ്ട്. ഇതെല്ലാ സ്റ്റോക്കുകളാണ്. നമുക്ക് ആദ്യം തന്നെ ഈ ടൈലിൽ എന്താണ് ഒരു ബോക്സ് പൊട്ടിച്ച് കാണാം. ലാമിനേറ്റ് ബോക്സൊക്കെ ചെയ്ത് നല്ല പെർഫെക്റ്റായിട്ട് നല്ല ക്വാളിറ്റി. ഇത് കേരളത്തിലേക്ക് വരുന്ന മെറ്റീരിയലാണ്, എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്. കണ്ടോ, യെസ്, ഇതാണ് പ്രൊഡക്റ്റ്. കണ്ടോ, ഇത് പ്ലാസ്റ്റിക് കവറിട്ട് കണ്ടോ, ഒരെണ്ണം എടുത്ത് കണ്ടോ, അടുത്ത് നോക്കും, ഡാമേജ് വരാതിരിക്കാൻ വേണ്ടി അടുത്തതും അങ്ങനെ തന്നെ ചെയ്യുന്നു. കണ്ടോ, ഒരെണ്ണം നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം. ഇതാണ് സംഭവം. കണ്ട, ഇതാണ് സംഭവം. നാച്ചുറൽ മെറ്റീരിയൽ, നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. കണ്ട, ഈ പ്രോഡക്റ്റ് എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നതാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഈ പ്രോസസ്സിംഗ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ റോ മെറ്റീരിയലാണ് കാണുന്നത്. ഇതെല്ലാം ഇങ്ങനെ ഓരോരോ കളേഴ്സൊക്കെ ഉണ്ടാക്കി പലതും വച്ചിരിക്കുകയാണ്. അതിന് ഇനി വർക്കുകൾ തീരാനുണ്ട്. അപ്പോൾ അതനുസരിച്ച് ചെയ്യാനുണ്ട്, വർക്കുകൾ തീരാനുണ്ട് ഉണ്ട്. അപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ പ്രോസസ്സിങ് ഇതിൻ്റെ റോ മെറ്റീരിയലാണ്. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം. ഇങ്ങനെയാണ് ഇവർക്ക് മൈൻസ് അതായത് കോറിയിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, ഈ മെറ്റീരിയൽ ഇത് ഓരോരോ ചെറിയ പാളി പോലെയാണ് വരുന്നത്. ഓക്കെ, പാളി പോലെയാണ് ഇത് വരുന്നത്. പ്രകൃതിയുടെ വികൃതികളാണ് ഇതൊക്കെ. ഓക്കെ, ഈ മെറ്റീരിയൽ അവരെടുത്തിട്ട് ഇങ്ങനെ ഓരോ സൈസിലേക്ക് ഇങ്ങനെ ആക്കും. ഈ പീസ് രണ്ടായി. കണ്ടോ, ആ പ്രോസസ്സിങ് രണ്ടാവും. ഇതാണ്, ഇങ്ങനെയാണ് ആ വലിയ പീസിനെ അവർ രണ്ടായിട്ട് ചെയ്യാണ്. വലിയ പീസ് ചെറുതായിട്ട് രണ്ടായിട്ട് ചെയ്ത് അവർ ഇതിനെ പ്രോസസ്സിങ് ചെയ്യാണ്. ഇത് കസ്റ്റമറിൻ്റെ ഓർഡർ, അവർ ഓരോ കളർ പറയുന്നതനുസരിച്ച് കളറുകൾ കൊണ്ടുവന്നിട്ടാണ് അവർ ചെയ്യുന്നത്. കസ്റ്റമറിൻ്റെ ഓർഡറാണ് ഇതൊക്കെ. നാച്ചുറൽ ഫിനിഷിങ് ഗുഡ്സ് ഇങ്ങനെയാണ് വരും. എന്തായാലും ഭംഗി. അത്
കഴിയുമ്പോൾ ഇതെല്ലാം ഉണക്കാൻ വെക്കുന്നതാണ്. ഇത് ക്ലാഡിംഗ് സ്റ്റോൺ പാനൽ ബോർഡ് എന്ന് പറയും. അത് നിർമ്മിക്കുന്ന മെത്തേഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. കണ്ടോ, ഇതൊക്കെ എന്താ പെർഫെക്റ്റായിട്ട് ഒടിയുന്നതെന്ന്. സൈസുകളൊക്കെ വെച്ച് നോക്കാണ്, കറക്റ്റ് സൈസുകൾ വെച്ച് നോക്കാണ്. ചെയ്ത് കഴിഞ്ഞ വർക്കുകളൊക്കെ ഉറക്കാൻ പറ്റുമല്ല. ഈ സാധനം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിൽ നെറ്റ് ഒടിക്കണം. ഇത് ആദ്യം അവർ ഒട്ടിക്കുകയാണ്, പിന്നെ അത് നെറ്റ് ഒട്ടിക്കുകയാണ്. അപ്പോൾ അവർ ഒട്ടിക്കുന്ന മെത്തേഡൊക്കെ നോക്കി ഒട്ടിച്ച് പോവാണ്. ഒട്ടിച്ച് കഴിയുമ്പോൾ ഒരു 12 മണിക്കൂറോളം കഴിയുമ്പോൾ, അല്ല ഒരു ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ അവർ നെറ്റ് ഒട്ടിച്ച് തരണം. പിന്നെ നെറ്റ് ഒട്ടിച്ചാൽ നമുക്ക് നേരിട്ട് പശയിൽ ഒട്ടിച്ചാൽ മതി. കണ്ട, ഇതിൻ്റെ മുകളിൽ നെറ്റ് ഒട്ടിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ നെറ്റ് ഒട്ടിക്കുന്നതാണ് ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ പറഞ്ഞ നേരത്തെ ഒട്ടിച്ചതിൻ്റെ ഉണങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ നെറ്റ് ഒട്ടിക്കുന്നുണ്ടാണ്. അവരാ നെറ്റ് ഒട്ടിക്കുന്ന മെത്തേഡാണ്. ഓക്കെ, റീഡ്രസ് ചെയ്യും. ഇതിന് സൈഡൊക്കെ എഡ്ജൊക്കെ കട്ട് ചെയ്ത് എല്ലാം നല്ല റീഡ്രസ് ചെയ്യും. അതുമാതിരി സൈഡൊക്കെ ഡ്രസ് ചെയ്തൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഈ കണ്ട ഐറ്റങ്ങളിലൊക്കെ പാർട്ടികൾക്ക് ഓർഡറിന് വേണ്ടി ബോക്സ് പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവരെ കുറച്ച് ഷെയ്ഡ്സുകൾ ഞാൻ പരിചയപ്പെടുത്താം. പുതിയ ഷെയ്ഡുകളാണ് ഇത്. കണ്ട, നല്ല അടിപൊളി ഷെയ്ഡുകളാണ്, പുതിയതായിട്ട് വരാൻ പോകുന്ന ഷെയ്ഡുകളാണ് ഇത്. ഷെയ്ഡാണ് ഇത്. നമുക്ക് ക്ലാഡിംഗ് സ്റ്റോണായിട്ട് ഒട്ടിക്കാം. ഇത് 12 ഇഞ്ച് 2 ഇഞ്ചാണ്. ഇത് 1 ഇഞ്ചിൻ്റെയും സ്മോൾ ടൈലൊക്കെ വെച്ചിട്ടുള്ള ഷെയ്ഡുകളാണ് ഇത്. ഇതൊക്കെ പുതിയ ഷെയ്ഡിൽ വരാൻ പോകുന്നതാണ്. ഇതിൻ്റെ മുകളിൽ ലാമിനേറ്റഡ് കവറുണ്ട്. ഫാക്ടറിയിലായതുകൊണ്ടൊന്നും പ്രോപ്പറായിട്ട് വെക്കില്ല അവർ. അപ്പോൾ ഈ സ്റ്റോൺസ് ഇത് 1x1 സൈസാണ്. 1x1 സൈസ്. ഇതാണെങ്കിൽ 12 ഇഞ്ച് × 2 ഇഞ്ചിൻ്റെ സൈസ്. ഇത് 2 അടിയാണ്. 2 അടി നീളവും 6 ഇഞ്ച് വീതിയുള്ള പ്രൊഡക്റ്റാണ്. ഇത് ക്ലാഡിംഗ് സ്റ്റോണാണ്. ഇതിൻ്റെ ബാക്കിലൊക്കെ നെറ്റ് ഒട്ടിച്ചൊക്കെ കിട്ടണം. നമുക്കിത് ഇങ്ങനെ വിട്ടുപോല ചെറിയ പീസുകൾ ചെയ്യുന്നു. അങ്ങനെ നെറ്റ് ഒട്ടിച്ച് വരണം. നമ്മൾ നെറ്റ് ഒട്ടിച്ച് വരും.
ടയർ വിട്ടുപോലെ നേരെ നെറ്റ് പൊളിച്ച് കളയരുത്, നേരിട്ട് ഗമ്മിൽ ഒട്ടിക്കുക. യെസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ലാഡിംഗ് സ്റ്റോണിൻ്റെ ഫാക്ടറി കണ്ടു പരിചയപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൽ 6 മാസം മഴയുള്ളതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഇത് മഴ വളരെ കുറവുള്ള അല്ലെങ്കിൽ സൺഷെയ്ഡ് പണിതിരിക്കണം. ഡയറക്റ്റ് മഴ കൊള്ളുന്നിടത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു വാർണിഷ് ഉണ്ട്, മാറ്റും ഗ്ലോസിയും ഉണ്ട്. അത് നിർബന്ധമായിട്ട് അടിച്ചിരിക്കണം. അത് 2 ഇയർ കൂടുമ്പോൾ നമ്മൾ അടിക്കണം. ഇല്ലാത്ത പക്ഷം പെട്ടെന്ന് മഴ സ്ഥിരമായിട്ട് വീണാൽ ഇത് കറുത്തു പോകാൻ ചാൻസ് ഉണ്ട്. വളരെ ശ്രദ്ധിച്ച് വേണം ഈ ഇൻസ്റ്റാളേഷൻ ഇത് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കാണുന്ന വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. വോയിസ് മെസ്സേജ് ഇട്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി കിട്ടും. ഇനി ഞാനായിട്ട് കൂടുതൽ സംശയങ്ങൾ നേരിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് ടൈം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ നേരിട്ട് കാണുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾക്ക് എല്ലാ പരിഹാരങ്ങളും നമ്മൾ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പരിചയക്കാരുണ്ടെന്ന് ഷെയർ ചെയ്യുക, ഇതൊന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനേക്കാളും നല്ല പരിപാടിയായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.